പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു വചനമാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആരെയാണ് ആശ്വസിപ്പിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ. സ്തോത്രം. ഞാൻ കൊടുക്കുന്ന ജീവജലത്തിന്റെ നദിയിലെ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അധ്വാനത്തിന്റെ മധ്യത്തിൽ, നിങ്ങളുടെ ഭാരങ്ങളുടെ നടുവിൽ നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുന്നു, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നല്ല കർത്താവ്. സ്തോത്രം. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, അതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഒറ്റ ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പലവിധ വിഷയത്തിനാൽ നിങ്ങൾ ഭാരപ്പെട്ട് അധ്വാനിക്കുന്ന, നിങ്ങളുടെ കുടുംബം പോറ്റുവാൻ കഴിയാതെ, നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവമാണോ? യേശു കർത്താവ് നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്നു. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരിക. നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭാരം എത്ര കഠിനമേറിയതായാലും, നിങ്ങൾ എത്ര വലിയ വിഷയത്തിന്മേൽ തളർന്നിരിക്കുന്നവരാണെങ്കിലും, ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ പോവുകയാണ്. താവിന്റെ ചുമലിലേക്ക് നിങ്ങളുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുക. നിങ്ങളുടെ എല്ലാ വേദനകളെയും യേശു കർത്താവിന്റെ കരങ്ങളിൽ വയ്ക്കുക. യേശു കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞത്, ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ആശ്വാസത്തിന്റെ ദൈവമാണ്. യേശു കർത്താവ് നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും മാറ്റുന്ന ദൈവമാണ്. ആകയാൽ ഇത് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ച്, ആശ്വാസദായകനായ കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട്. ആ കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ആ പാട്ടിന്റെ ഒരു ഈരടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആശ്വാസദായകനാ എനിക്കേശുവാരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്തവേ, എന്തെന്തു ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്തവൻ. അതെ, എന്തെന്തു ഭാരങ്ങൾ വന്നാലും, എത്ര കഠിനമേറിയ ശോധനയായാലും, എത്ര വിധമായ വേദനകളായിരുന്നാലും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ആശ്വാസദായകനായ കർത്താവ് നിങ്ങളുടെ പ്രതികൂലങ്ങളെ ഇന്ന് പകൽക്കാലം മാറ്റി നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുവോ? ഈ കർത്താവിന്റെ സന്നിൽ കടന്നു വന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയതാണ്. ഈ പകൽക്കാല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി ഒരു വാക്കിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, ആശ്വാസത്തിന്റെ ദൈവമേ, എന്നെ ശ്രദ്ധിക്കുന്ന ഈ വാത്സല്യ സഹോദരങ്ങളുടെ സകല വിഷയത്തിന് ദൈവം ആശ്വാസം കൊടുക്കണം. ഇവരുടെ കടഭാരങ്ങൾ മാറട്ടെ, ഇവരുടെ രോഗങ്ങൾ മാറട്ടെ, ഇവരുടെ പാപഭാരങ്ങൾ മാറട്ടെ. ഇവർ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ഇന്ന് പകൽക്കാലം ഈ മക്കളെ ആശ്വാസകരമായ ദൈവം നടത്തണം. ഇവരുടെ കരത്തെ പിടിച്ചോണേ. ഇവരുടെ വേദനകളെ ദൈവം മാറ്റണമേ. ഇവരുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോട്ട്, ഇവരുടെ എല്ലാ ദുഃഖങ്ങളും മാറിപ്പോട്ട്. കർത്താവേ, അങ്ങയുടെ അടിപ്പണരുകളാൽ ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണം. ഇവരുടെ വേദനകളെല്ലാം തുടച്ചു മാറ്റി ഇന്ന് പകൽക്കാലം യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് ഇവർ സാക്ഷി പറയത്തക്ക നിലയിൽ ഈ മക്കളെല്ലാവരും ദൈവം അനുഗ്രഹിച്ചാണ്. ഇവരേതൊക്കെ വേദനയിലാണോ കടന്നു പോകുന്നത്, നാഥാവിന്റെ കരത്തെ പിടിച്ച് ഇന്ന് പകൽക്കാലം ആശ്വാസത്താൽ താവ് ഇവരെ മുൻപോട്ട് നയിക്കണം. കർത്താവരെ അനുഗ്രഹിപ്പാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആശ്വാസത്താടെയും നിർത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്ക്രീനിന്റെ താഴെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്നെ വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകും. ദൈവം നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.